വരാത്തത് കൊണ്ടാണെന്നുള്ളതാണ്. തീയതിയിൽ ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പണം അടയ്ക്കുമെന്നുള്ളതാണ് സ്പോൺസർ പറയുന്നത്. മിനിസ്റ്റർ നോക്കൂ, ഞാൻ പറയട്ടെ, ഇതില് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കൺഫ്യൂഷനൊന്നുമില്ല. അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും അടുത്ത ആഴ്ച ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങൾ അറിയാം. ഞാൻ പറഞ്ഞു, ആ പൂർണ്ണ വിവരം എന്ന് വെച്ചാൽ അർജന്റീനിയൻ മാനേജ്മെന്റ് എന്നാണ് കേരളത്തിൽ എത്തുന്നത് എന്നുള്ളതിന്റെ വിവരമാണ് അടുത്ത ആഴ്ച അറിയാമെന്ന് പറയുന്നത്. അവർ കൺഫേം ചെയ്തിട്ട് അവർ വരും. അവർ തന്നെ നമുക്കൊന്നിച്ച് പത്രസമ്മേളനം നടത്തി ഈ സംശയമൊക്കെ തീർക്കാം. പോരെ? അതെ. ഇല്ല, അത് നമ്മുടെ താല്പര്യമാണ്. ഡേറ്റുകൾ ഈ വിൻഡോയിൽ ഏതാണോ നമ്മളെ ഡേറ്റ് നമ്മൾ പറഞ്ഞാൽ മതി. നമ്മളിപ്പോ ഈ മഴ കൂടി ഉണ്ട്, നമുക്ക് അങ്ങനെ ഒരു ആശങ്കയാണ്. മഴ ഞാൻ അർജന്റീന ടീമിനെ ഇന്നും വിളിച്ചിരുന്നല്ലോ. നിങ്ങൾ കണ്ടതിന് ശേഷം വിളിച്ചിരുന്നു. വേറെ മറ്റു കുഴപ്പങ്ങളൊന്നും അല്ല. അവര് പണം അടച്ചു കഴിഞ്ഞാൽ അവര് തന്നെ നേരിട്ട് വരും. അർജന്റീന ഇത് രണ്ടും ഇല്ല. അടുത്ത ആഴ്ച നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായൊരു പത്രസമ്മേളനം നടത്തി കായിക പ്രേമികളുടെ ആശങ്ക ദൂരീകരിക്കും. പോരെ? എന്ന് അവർ വരും, ആരെല്ലാം കളിക്കും, ടീമിൽ എത്ര ആളുണ്ടാവും, എതിർ ടീം ആരാണ്, ഇതെല്ലാം നമ്മൾ പറയാം. ഇപ്പം ഈ പറയുന്ന ആശങ്കകളൊന്നും ഇപ്പം നിലനിൽക്കുന്നില്ല. ഞാനും ആദ്യം നിങ്ങൾ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഈ അർജന്റീന ടീം റദ്ദ് ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു കൺഫ്യൂഷനായി. പക്ഷെ ഞാനിപ്പോൾ അവർ വിളിച്ചപ്പോൾ അവർ അറിയിച്ചു അതിനകത്ത് സമയത്തിനെത്തും, മറ്റു തടസ്സങ്ങളൊന്നുമില്ല. സ്പോൺസർ അവരെ കാര്യം ചെയ്യണമെന്നുള്ളൂ. അദ്ദേഹം ചെയ്യാമെന്നും ഇപ്പോൾ പറഞ്ഞല്ലോ, പണം അടക്കാമെന്ന് പറഞ്ഞു. മറ്റു തടസ്സങ്ങൾ ഇപ്പോൾ നിലവിലില്ല. താങ്കൾ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ലാഭത്തിന് വേണ്ടി ഹൈപ്പ് ഉണ്ടാക്കുമെന്നാണ് വി ടി ബൽറാം രാവിലെ പറഞ്ഞത്. ഞാനെന്താ ഇടയ്ക്ക് ഇങ്ങനെ എനിക്കിത് കണ്ടാലേ അതിനാണ്. വി ടി ബൽറാം അതാരാ? കോൺഗ്രസ്? എനിക്കറിയില്ല, അതൊക്കെ അവരോട് ചോദിക്കുക. നമ്മളൊന്നും ഈ സ്പോർട്സ് എന്ന സ്പിരിറ്റ് ഉണ്ടല്ലോ, അതും പൊളിറ്റിക്സും തമ്മിൽ ഒരു ബന്ധമില്ല. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ അതിനെ എന്താ പറയുക, ഉത്തരം പറയുന്നത് ശരിയല്ല. അങ്ങനെയാണോ നിങ്ങളിപ്പോൾ ഇത്രയും ചാനലുകൾ വന്നൂടെ? ഒരു മത്സരം വരുന്നതാണ്, ഒരു അന്താരാഷ്ട്ര മത്സരം കേരളത്തിൽ വരുന്നു, ലോക ചാമ്പ്യന്മാർ കേരളത്തിൽ കളിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് പൊളിറ്റിക്സാണോ? അല്ല, ഒരു പൊളിറ്റിക്സും ഇല്ല. അത് കായിക വകുപ്പിൻ്റെ ഒരു ആഗ്രഹമാണ് അത്തരം ടീമിനെ നമ്മുടെ കളിപ്പിക്കുക. നമ്മൾ ഇന്ത്യയിൽ ആദ്യമായി സ്പോർട്സ് എക്കോണമി നടപ്പിലാക്കാൻ ഉള്ള നടപടികൾ സ്വീകരിച്ച ഒരു സംസ്ഥാനമാണ്. സ്പോർട്സ് എക്കോണമി നടപ്പിലാക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം ഇത്തരം ടീമുകളൊക്കെ വരുമ്പോൾ ധാരാളം പുതിയ മത്സരങ്ങൾ വരും, പുതിയ കാണികൾ വരും, സ്പോർട്സിന് നല്ല രീതിയിൽ ഉയർച്ചയുണ്ടാവും. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് പൊളിറ്റിക്സ് ആണെങ്കിൽ പറയുന്ന ആളുകൾക്ക് ചിലപ്പോൾ ബുദ്ധിമോശം സംഭവിച്ചിട്ടുണ്ടാവും, മറ്റൊന്നുമില്ല. ഞാനിതിനെ ആ രീതിയിൽ കാണുന്നില്ല. ഇതിൽ ഒരു പൊളിറ്റിക്സും ഇല്ല. ഇതിൽ ഫുട്ബോൾ എന്ന പൊളിറ്റിക്സ് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ നടത്തണം. നിങ്ങളോടൊക്കെ തന്നെ പൂർണ്ണമായുള്ള സഹകരണം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. നിങ്ങൾ ആദ്യം മുതലേ മെസ്സി ഒക്കെ വരുന്നതിന് ഏറ്റവും കൂടുതൽ സഹകരിച്ചാണ്. ഇനിയും ആ സഹകരണം ഉണ്ടാവുമെന്നറിയാം. മറ്റുള്ള വശങ്ങളിലേക്കൊന്നും നമ്മൾ കടക്കണ്ട, വിവാദങ്ങളിൽ കടക്കണ്ട. നമ്മുടെ സ്ഥിരം സ്വഭാവം നമുക്കിതിന് വേണ്ട. ഇത് സ്പോർട്സാണ്. നമ്മൾ ലഹരി വിരുദ്ധ യാത്ര ഒന്ന് നന്നായിട്ട് കൂട്ടി